ഹായ്, അടുത്ത ടോപ്പിക്കാണ് ബൂളിയൻ ഓൾജിബ്ര. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസ് വെച്ചിട്ട് നമ്മളുടെ ഡേറ്റനെയോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയോ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത്. ബൂളിയൻ ഓൾജിബ്രയിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന വേരിയബിൾസാണ്. ഇപ്പോൾ ലൈക്ക് എ, ബി, സി, ഡി അങ്ങനത്തെ വേരിയബിൾസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. 0 അല്ലെങ്കിൽ 1 ആയിരിക്കും അതിൻ്റെ അകത്ത് ഡേറ്റ. ഇനി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബാർ വെച്ചിട്ടാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണമെങ്കിൽ എ ബാർ. ഈ ബാർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യണത് കോംപ്ലിമെൻറ്റിനെയാണ്. ഇപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ എ ബാറിൻ്റെ വാല്യൂ 1ൻ്റെ നേരെ ഓപ്പോസിറ്റ് 0 ആയിരിക്കും. ഇൻ കേസ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ എ ബാറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ബൂളിയൻ ഓൾജിബ്ര, ബൂളിയൻ അഡീഷൻ. ബൂളിയൻ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ബൈനറി അഡീഷൻ പോലെ തന്നെയാണ്. നമുക്ക് എ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി, ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് തന്നിട്ട് ഇതിനെ അഡീഷൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ ഓർ ഓപ്പറേഷൻസ് തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബൈനറി നമ്മൾ ആദ്യം എഴുതണം. ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ ഇപ്പോൾ 0 ആയിട്ട് വരിക. അപ്പോൾ എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇപ്പോൾ ബി ഈക്വൽ ടു 1, ബി ബാർ ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 1. സോ ഡി ബാർ ഈക്വൽ ടു 0. നമുക്ക് അതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് സ്ഥലത്ത് ആ വാല്യൂസ് എഴുതുക. ഇവിടെ വാല്യൂസ് കിട്ടിക്കഴിയുമ്പോൾ 0 + 0 + 0 അത് അഡീഷൻ ചെയ്യുമ്പോൾ 0 തന്നെയായിരിക്കും നമ്മളുടെ ഓർ ഓപ്പറേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇനി എല്ലാം 0 ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് 0 ആവത്തുള്ളൂ. അടുത്ത് ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ. ബൂളിയൻ മൾട്ടിപ്ലിക്കേഷനിൽ നടക്കുന്നത് ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇൻറ്റു ആണ് നടക്കുന്നത്. നമ്മളുടെ നോർമൽ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആകും. ഇനി എവിടെയെങ്കിലും എല്ലായിടത്തും 1 വന്നാൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് 1 ആവത്തുള്ളൂ. നമ്മളുടെ സെയിം ബൈനറി അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇവിടെ. ഇനി ബേസിക് ബൂളിയൻ ലോസ് ഉണ്ട്. 3 ലോസ് ഉണ്ട്: കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതിൽ ഫസ്റ്റത്തെയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ പറയുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണെന്ന്. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ നേരെ തിരിച്ചെഴുതിയാലും ആ സെയിം തന്നെ കിട്ടുമെന്ന്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3 + 2 എന്ന് പറയുന്നത് 3 + 2 = 5. അതുപോലെ തന്നെ ഇത് നേരെ തിരിച്ചെഴുതിയാലും 2 + 3 എന്ന് പറയുന്നതും 5 തന്നെയായിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ പറയുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഇൻ ടേംസ് ദ റിസൾട്ട് ദ ഓർഡർ ഇൻ വിച്ച് വേരിയബിൾസ് ആർ ഓർഡേർഡ് മാർക്സ് നോ ഡിഫറൻസ്. അതായത് ഓർഡർ ചേഞ്ച് ചെയ്താലും നമുക്ക് ഡിഫറൻസ് ഒന്നും വരത്തില്ല ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. ഇനി അത് സെയിം തന്നെയാണ് ആൻഡ് ഓപ്പറേഷനിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 3 × 2 = 2 × 3, അത് രണ്ടും ആൻസർ സെയിം ആയിരിക്കും. അസോസിയേറ്റീവ് ലോ പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി = എ പ്ലസ് ബി പ്ലസ് സി. അതായത് ബിയും സിയും കൂടി പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എ കൂട്ടുന്നതും എയും ബിയും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സി കൂട്ടുന്നതും സെയിം ആയിരിക്കും. അങ്ങനെയാണ് അസോസിയേറ്റീവ് ലോ പറയുന്നത്. അങ്ങനെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും. എ × ബി × സി = എ × ബി × സി. ഇനി അടുത്ത ലോ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് എ × ബി പ്ലസ് എ × സി = എ × ബി പ്ലസ് സി. ഇതിൽ രണ്ടിലും എ കോമൺ ആയതുകൊണ്ടാണ് എനെ പുറത്തേക്കെടുത്തത്. എനെ പുറത്തേക്കെടുത്തിട്ട് ബാക്കിയുള്ളത് ബിയും സിയും മാത്രം, ബി പ്ലസ് സി. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. ഇനി അടുത്ത് 2 തിയറംസ് ആണുള്ളത്: ഡ്യുവാലിറ്റി തിയറം, ഡി മോർഗൻസ് തിയറം.
അതിൽ ഫസ്റ്റത്തെയാണ് ഡ്യുവാലിറ്റി തിയറം. ഡ്യുവാലിറ്റി തിയറം പറയുന്നത് ഇൻ്റർചേഞ്ചിങ് ദ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ വിത്ത് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ആൻഡ് സീറോസ് വിത്ത് വൺസ്. അതായത് ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ മാറിയിട്ട് അവിടെ ഓറാവും, ഓർ എന്നുള്ള ഓപ്പറേഷൻ മാറിയിട്ട് അവിടെ ആൻഡ് ആവും, പിന്നെ സീറോസ് 1 ആവും, വൺസ് 0 ആവും. ഇതാണ് ഡ്യുവാലിറ്റി തിയറം പറയുന്നത്. ഇനി അടുത്ത് ഡിമോർഗൻസ് തിയറം. ഡിമോർഗൻസ് തിയറത്തിൽ 2 തിയറമാണുള്ളത്. അതിൽ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഓൾ ബാർ ഇസിക്കൽ ടു എ ബാർ പ്ലസ് ബി ബാർ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ, എയുടെയും ബിയുടെയും പ്രൊഡക്റ്റിൻ്റെ ബാറ്, അതായത് അതിൻ്റെ കോംപ്ലിമെൻറ്റ്, ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു വരുന്ന സ്ഥലത്ത് അഡീഷൻ ഇട്ടു. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ. അതാണ് ഫസ്റ്റ് തിയറം പറയുന്നത്. ഇനി സെക്കൻഡ് തിയറം നോക്കുമ്പോൾ എ പ്ലസ് ബി ഓൾ ബാർ ഈക്വൽ ടു ഇൻറ്റു വരുന്ന സ്ഥലത്ത് നമ്മൾ അഡീഷൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇൻറ്റു ഇട്ട് കൊടുത്തു, മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുത്തു. എ പ്ലസ് ബി ദ ഓൾ ബാർ എന്ന് പറയുന്നത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എ ബാർ ഇൻറ്റു ബി ബാർ. ഇതാണ് ഡിമോർഗൻസ് തിയറം. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ്. നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷനെ സ്റ്റാൻഡേർഡ് ഫോംസാണ് പഠിക്കുന്നത്. 2 സ്റ്റാൻഡേർഡ് ഫോംസാണുള്ളത്, സം ഓഫ് പ്രൊഡക്ട്സും പ്രൊഡക്റ്റ് ഓഫ് സംസും. സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെയുണ്ട് കുറേ പ്രൊഡക്റ്റുകളുടെ സമ്മ്, അതിനെയാണ് സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്നത്. കുറേ പ്രൊഡക്റ്റുകളുണ്ട്, കുറേ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് SOP അല്ലെങ്കിൽ സം ഓഫ് പ്രൊഡക്ട്സ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഇൻറ്റു ബി അതൊരു പ്രൊഡക്റ്റ്, എ ഇൻറ്റു ബി ഇൻറ്റു സി അത് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് നമ്മൾ SOP എന്ന് പറയുന്നത്, സം ഓഫ് പ്രൊഡക്ട്സ്. SOPയിൽ നമുക്ക് എല്ലാ വേരിയബിൾസിനും കൂടി ഒരു സിംഗിൾ ബാർ വെച്ച് പറ്റില്ല, എല്ലാത്തിനും സെപ്പറേറ്റ് ബാറുകൾ വേണം. എക്കൊരു അതായത് എ ബി സി 3 കോംപ്ലിമെൻ്റ് ആണെങ്കിൽ പോലും അത് 3നും കൂടി ഓരോ ബാറിൽ വെച്ച് എഴുതാനായിട്ട് പറ്റില്ല, എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ബാറുകൾ വേണം. പിന്നെ പറയുന്നത് ഡൊമൈൻ എന്താണെന്ന്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്രഷനാണ് വിചാരിക്കുക, എ ബി പ്ലസ് എ ബി സി. ഈ എക്സ്പ്രഷൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് എ ബി സി 3 വേരിയബിൾസാണുള്ളത്, അതിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും വെച്ചിട്ട് നമ്മുടെ SOP എക്സ്പ്രഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുക. SOP എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ്, കുറേ പ്രൊഡക്റ്റുകളുടെ സമ്മ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ബി ഇൻറ്റു ബി സി ഡി പ്ലസ് എ സി, എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി ഇൻറ്റു ഡി പ്ലസ് എ ഇൻറ്റു സി. അപ്പോൾ ഇൻറ്റു വരുന്നത്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്ത് ഓപ്പറേഷൻ വെച്ചിട്ടാണ്, ആൻഡ് ഓപ്പറേഷൻ വെച്ചിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് നോക്കേണ്ടത് എ ഇൻറ്റു ബി എന്ന് കൊടുത്തേക്കണേ. അപ്പോൾ എയിനെയും ബിയിനെയും ഇൻറ്റു ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിട്ടു. അടുത്ത എന്താ ചെയ്യണ്ടേ, ബി ഇൻറ്റു സി ഇൻറ്റു ഡി, ബിയിനെയും സിയിനെയും ഡിയിനെയും ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിട്ടു, അത് 3 കൂടി ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അടുത്ത് എന്താ ചെയ്യേണ്ടത്, എ ഇൻറ്റു സി, എയിനെയും സിയിനെയും ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിട്ടു. ഇത് കഴിഞ്ഞിട്ടോ SOP എക്സ്പ്രഷൻ ആവാനായിട്ട് എല്ലാം അഡീഷനാണ് ചെയ്യേണ്ടത്. അഡീഷൻ ചെയ്യേണ്ടത് ഏത് ഓപ്പറേഷനിലാണ്, ഓർ ഓപ്പറേഷനിൽ. ഓർ ഓപ്പറേഷൻ വഴിയാണ് അഡീഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടിനെ ഒരു ഓർ ഓപ്പറേഷൻ വഴി കടത്തി വിടുമ്പോഴാണ് നമുക്ക് SOP എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇങ്ങനെയാണ് SOP എക്സ്പ്രഷൻ ഒരു ലോജിക്കൽ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, ആൻഡും ഓറും വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇനി നാൻഡ് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു നോട്ട് ഗേറ്റ് കൂടി കൊടുത്താൽ മതി. ഇനി കൺവേർഷൻ ഓഫ് എ ജനറൽ എക്സ്പ്രഷൻ ടു SOP. ഒരു ജനറൽ എക്സ്പ്രഷനെ നമുക്ക് SOP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതൊരു ജനറൽ എക്സ്പ്രഷനാണ്, എ ഇൻറ്റു ബി പ്ലസ് സി ഡി. ഇത് ചുമ്മാ ഒരു എക്സ്പ്രഷൻ, ഇതിനെ SOP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. SOP എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് പ്രൊഡക്റ്റ്, കുറേ പ്രൊഡക്റ്റുകളുടെ സമ്മ്. അതിന് വേണ്ടിയിട്ട്
എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എനെ ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ഇൻറ്റു ഡി. ഇപ്പോൾ ഇതൊരു SOP ഫോമിലേക്ക് ഫോമായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് SOP ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് SOP ഫോം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇതാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് SOP ഫോം ആണോ എന്ന് നോക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ അകത്തെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? A, B, C, D. ഈ 4 വേരിയബിൾസാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കണേ. ഈ 4 വേരിയബിൾസും എല്ലാ ടേമിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇത്രയും, ഇതിൻ്റെ അകത്ത് ഈ 4 വേരിയബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് 4 വേരിയബിൾസ് ഉണ്ട്. ഇനി അടുത്ത ടേം എടുക്കുക. അടുത്ത ടേമിൻ്റെ അകത്തും 4 വേരിയബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. A, B, C, D ഇതിൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ ഇതും ഓക്കെ. ഇനി അടുത്തതിൻ്റെ അകത്തും 4 എണ്ണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. A, B, C, D ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇത് എല്ലാത്തിൻ്റെ അകത്തും എല്ലാ വേരിയബിൾസും, അതായത് എല്ലാ ടേമിൻ്റെ അകത്തും എല്ലാ വേരിയബിൾസും വരുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് SOP ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സാധാ ഒരു ഫോമിനെ സ്റ്റാൻഡേർഡ് SOP ഫോം ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്റ്റെപ്പുകളാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ഈച്ച് നോൺ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ടേം ബൈ എ ടേം മെയ്ഡ് അപ്പ് ഓഫ് ദ സം ഓഫ് എ മിസ്സിംഗ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. അതായത് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ലാത്തതിൻ്റെ, അതായത് ഒരു സ്റ്റാൻഡേർഡ് ടേം അല്ലാത്ത ആ ടേമിൻ്റെ കൂടെ ഏത് വേരിയബിൾ കൂടി വന്നാലാണ് അത് സ്റ്റാൻഡേർഡ് ആവുക എന്ന് നോക്കുക. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് ആവാനായിട്ട് യൂസ് ചെയ്യുന്ന ആ വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് 1 റിപ്പീറ്റ് ചെയ്ത് അത് സ്റ്റാൻഡേർഡ് ആവുന്നതോടും വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, കൺവേർട്ട് ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫോം. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം അല്ല. ഇത് സ്റ്റാൻഡേർഡ് ഫോം അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിൻ്റെ അകത്ത് ആദ്യം എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് ABC ഉണ്ട്, ഇവിടെ AB ഉണ്ട്, ഇവിടെ ABCD ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 വേരിയബിൾസ് ഉണ്ട് മൊത്തം. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഈ 4 വേരിയബിൾസും എല്ലാ ടേമിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ടേം എടുത്തു. ഫസ്റ്റ് ടേമിൻ്റെ അകത്ത് 4 വേരിയബിൾസ് ഉണ്ടോ? ഇതിൻ്റെ അകത്ത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, പക്ഷേ D ഇല്ല. ഇവിടെ മിസ്സിങ് എന്താ? ഫസ്റ്റ് ടേമിൻ്റെ അകത്ത് മിസ്സിങ് D ആണ്. രണ്ടാമത്തെ ടേം എടുത്തു. രണ്ടാമത്തെ ടേമിൻ്റെ അകത്ത് Aയും Bയും മാത്രമേ ഉള്ളൂ. ഇവിടെ മിസ്സിങ് ഏതൊക്കെയാണ്? Cയും മിസ്സിങ്ങാ, Dയും മിസ്സിങ്ങാ. അപ്പം ഫസ്റ്റ് ടേം ഒരു സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് വേണം? Dയും കൂടി വേണം. സെക്കൻഡ് ടേം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ എന്ത് വേണം? Cയും Dയും കൂടി വേണം. അപ്പം അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്കറിയത്തില്ല. ഇപ്പോൾ Dയും കൂടി ഇവിടെ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ മിസ്സിങ് Dയും കൂടി ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞു. ഈ D ആണോ അതെയോ D ബാറാണോ, അതായത് 1 ആണോ സ്റ്റോർ ചെയ്യുന്നത് അതെയോ 0 ആണോ സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. Dയും ആഡ് ചെയ്യണം, D ബാറും ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തത് നോക്കിക്കോ. A, B ബാർ, C ആ ടേമിലേക്ക് നമ്മൾ D കൂടി ആഡ് ചെയ്തു. ഒന്നെങ്കിൽ D അല്ലെങ്കിൽ D ബാറ്. കാരണം ഇതിലേതാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം രണ്ടും വേണം. അപ്പം Dയും വേണം, D ബാറും വേണം. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി A, B ബാറ്, C ഈ D കൊണ്ട് ഇൻറ്റു ചെയ്തു. അത് പ്ലസ് D ബാറ്, A, B ബാറ്, C, D ബാറ്. ഈ 2 എണ്ണമാണ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നത്. ഇതിന് പകരം, അതായത് ഇതിനെ സ്റ്റാൻഡേർഡ് ആക്കുമ്പോൾ കിട്ടണതാണ് ഈ 2 എണ്ണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ D, ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്. കാരണം ഏതാണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇത് രണ്ടും എഴുതണം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇത് രണ്ടും നമ്മൾ എഴുതണം. ഇനി അടുത്തതിനെ സ്റ്റാൻഡേർഡ് ആക്കുക. A ബാർ B ബാറിനെ സ്റ്റാൻഡേർഡ് ആക്കുക. A ബാർ B ബാറിനെ സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് എന്തൊക്കെ ആഡ് ചെയ്യണം? Cയും മിസ്സിങ്ങാ, Dയും മിസ്സിങ്ങാ. അപ്പോൾ ആദ്യം Cനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. Cന് ഈ സെയിം മെത്തേഡിൽ തന്നെ ആഡ് ചെയ്യാൻ പോവാം. ഒന്നെങ്കിൽ C അല്ലെങ്കിൽ C ബാർ. കാരണം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ C എഴുതി അല്ലെങ്കിൽ C ബാർ എഴുതി. അപ്പോൾ ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ
എ ബാർ ബി ബാർ ഇൻറ്റു സി അല്ലെങ്കിൽ ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ എ ബാർ ബി ബാർ ഇൻറ്റു സി ബാർ, ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ സി ബാർ, ഇത് രണ്ടിലും ഏതിലും ഒരെണ്ണം. ഇനി ഇപ്പോഴും ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. ഇനി ഇതിനെയും സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് എന്ത് മിസ്സിങ്ങാണ് ഇവിടെ? ഡി മിസ്സിങ്ങാണ്. അപ്പോൾ ഡി കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പിൽ പറഞ്ഞേക്കണേ. എ ബാർ ബി ബാർ സി, ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ. ഇനി ഇതിൻ്റെ കൂടെയും ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ. ഇതിനെ ഉള്ളിൽ കയറ്റി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ബി ബാർ സി ഇൻറ്റു ഡി, അതാണ് ഇവിടെ എ ബാർ ബി ബാർ സി ഇൻറ്റു ഡി, പ്ലസ് എ ബാർ ബി ബാർ സി ഇൻറ്റു ഡി ബാർ, അതടുത്തത്. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എ ബാർ ബി ബാർ സി ബാർ ഇൻറ്റു ഡി, എ ബാർ ബി ബാർ സി ബാർ ഇൻറ്റു ഡി, പ്ലസ് എ ബാർ ബി ബാർ സി ബാർ ഇൻറ്റു ഡി ബാർ, അതാണിത്. ഇത്രയും വരും. ഈ എ ബാർ ബി ബാറിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കുമ്പോൾ ഈ ഒരു ഫോമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡായി, കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന് തന്നേക്കുന്ന എക്സ്പ്രഷനെ. ഈ എക്സ്പ്രഷനെ നമുക്ക് സ്റ്റാൻഡേർഡലൈസ് ആക്കി എഴുതുമ്പോൾ എ ബാർ ബി ബാർ സിയുടെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് കിട്ടിയത് ഇതാണ് നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ആദ്യം എഴുതി. എ ബാർ ബി ബാർ സി ഡി പ്ലസ് എ ബി ബാർ സി ഡി ബാർ. ഓക്കെ. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് അല്ലാത്ത എ ബാർ ബി ബാർ, ഇതിൻ്റെ കിട്ടിയ സ്റ്റാൻഡേർഡ് ഫോം ഇത്ര. അപ്പോൾ ഇത് 4 അങ്ങനെ തന്നെ എഴുതി. എ ബാർ ബി ബാർ സി ഡി, എ ബാർ ബി ബാർ സി ഡി ബാർ, എ ബാർ ബി ബാർ സി ബാർ ഡി, അത്രയും ഈ 4 അങ്ങനെ തന്നെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ എഴുതി. ഇപ്പോഴാണ് ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയത്. ഇങ്ങനെയാണ് ഒരു SOPനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുന്നത്. ഇതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ എക്കൊരു 1 എന്നാണ് വാല്യൂ എങ്കിൽ അതിൻ്റെ എ ബാർ വരുമ്പോൾ 0 ആകും. അടുത്ത ബൂളിയൻ എക്സ്പ്രഷനാണ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ് അല്ലെങ്കിൽ POS. പ്രൊഡക്റ്റ് ഓഫ് സമ്മ് എന്ന് പറഞ്ഞാൽ കുറേ സമ്മുകളുടെ, അതായത് കുറേ സമ്മുകളുടെ പ്രൊഡക്റ്റിനെയാണ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സമ്മ, അതായത് എ ബാർ പ്ലസ് ബി, ഇതൊരു സമ്മല്ലേ. ഇത് അടുത്ത സമ്മ എ പ്ലസ് ബി ബാർ പ്ലസ് സി, ഇത് അടുത്ത സമ്മ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്, ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് സമ്മ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്ക് എന്താ, ആദ്യം നമ്മൾ അഡീഷനാണ് ചെയ്യേണ്ടത്. അഡീഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓർ ഗേറ്റ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എനെയും ബീനെയും ഓർ ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഈ ലൈനിൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് എ പ്ലസ് ബി. ഇനി ബി പ്ലസ് സി പ്ലസ് ഡി, ബിയിനെയും സിയിനെയും ഡിയിനെയും ഓർ ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഈ ലൈനിൽ കിട്ടുന്ന ആൻസറാണ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇനി എ പ്ലസ് സി അടുത്ത് വേണ്ടേ, എ പ്ലസ് സി അടുത്ത് വേണ്ടേ. അപ്പോൾ പ്ലസ് ചെയ്യാനായിട്ട് ഓർ ഗേറ്റിലൂടെ കടത്തി വിട്ടു. ഓർ ഗേറ്റിലൂടെ കടത്തി വിട്ടിട്ട് ഈ ലൈനിൽ ഇപ്പോൾ കിട്ടുന്ന ആൻസറാണ് എ പ്ലസ് സി. ഇനി ഇതിനെ എല്ലാത്തിനെയും പ്രൊഡക്റ്റ് ഓഫ് സം എന്നാണ് കൊടുത്തേക്കണേ. ഈ എല്ലാ സമ്മുകളുടെയും പ്രൊഡക്റ്റ്, എല്ലാ സമ്മുകളും ഇൻറ്റു ചെയ്യുന്നതാണ് നമ്മളുടെ POS. ഇതിന് ഇൻറ്റു ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ആൻഡ് ഗേറ്റ്. ഇതിൻ്റെ റിസൾട്ടിനെല്ലാം ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഇതിൻ്റെ POS എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അതാണ് ലാസ്റ്റ് റിസൾട്ട്. ഇനി POS ഫോമിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ഫോം ആക്കാനായിട്ട് നമ്മൾ SOPയിൽ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിലാകെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആണോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണോ, ഇതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഇവിടെ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇവിടെ A മിസ്സിങ്ങാണ്, ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളുടെ വേരിയബിൾസ് 4 വേരിയബിൾസ് തന്നെയാണ്, A B C D തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ മിസ്സിങ്?
ഇതിൻ്റെ അകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, പക്ഷേ ഡി മിസ്സിങ്ങാണ്. ഫസ്റ്റ് ടൈമിൽ ഡി മിസ്സിങ്ങാണ്. സെക്കൻഡ് ടൈമിലോ ഇതിൻ്റെ അകത്ത് ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇവിടെ എ മിസ്സിങ്ങാണ്. സെക്കൻഡ് ടൈമിൽ എ മിസ്സിങ്ങാണ്. തേർഡ് ടൈമിൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാൻഡേർഡൈസ് ആക്കാനായിട്ട് ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ, കാരണം നമുക്ക് ഏതാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ആക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ, ഇതിലേതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇതിനെ ഓരോ ഫോമിലേക്ക് ആക്കുക. അതായത് എ പ്ലസ് ബി ബാർ സി പ്ലസ് ഡി, അതായത് ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ എ പ്ലസ് ബി ബാർ പ്ലസ് സി പ്ലസ് ഡി ബാർ, ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ബാർ. അതാണ് ഡി ആണ് മിസ്സിങ് ടൈം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിലോ എ ആണ് മിസ്സിങ് ടൈം. അപ്പോൾ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ എ ബാർ, ഇതിന് രണ്ടിനെയും ഒന്നെങ്കിൽ എ വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി, അല്ലെങ്കിൽ എ ബാർ വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. ഇപ്പോഴാണ് ഇത് സ്റ്റാൻഡേർഡൈസ് ഫോം ആയത്. ഇനി ഇതിൻ്റെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഏതാ? ഇത് രണ്ടെണ്ണമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ആ രണ്ടെണ്ണം ആദ്യം എഴുതി, ഈ രണ്ടെണ്ണം ആദ്യം എഴുതി. ഇനി രണ്ടാമത്തോ ഇത് സ്റ്റാൻഡേർഡ് അല്ല. ഇത് സ്റ്റാൻഡേർഡ് ആവണത് എവിടെയാണ്? ഈ രണ്ട് ഇക്വേഷൻ വരുമ്പോൾ, ആ ഇക്വേഷൻ വരുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ആവും. അതുകൊണ്ട് അതിനെ രണ്ടാമത് എഴുതി അതിന് പകരം. ഇനി ഈ മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ തന്നെ എഴുതി. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോം ആക്കുന്നത്. ഇനി അടുത്ത ഓർമ്മ നോക്കുന്നത് കൺവേർട്ടിങ് എ സ്റ്റാൻഡേർഡ് SOP ടു സ്റ്റാൻഡേർഡ് POS. നമ്മളൊരു സ്റ്റാൻഡേർഡ് ആവണം കേട്ടോ. സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനെ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് SOP ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനെ സ്റ്റാൻഡേർഡ് POS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഫുള്ളായിട്ട് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. അതായത് ഒരു 4 വേരിയബിളുള്ള ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര കോമ്പിനേഷൻസ് വരും. അതായത് 4 വേരിയബിൾ ഉണ്ടെങ്കിൽ 2⁴ കോമ്പിനേഷൻസ് വരും. 2⁴ 16 കോമ്പിനേഷൻസ് വരും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു POS, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു SOP ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ബൈനറി നമ്മൾ എഴുതണം. ഇതിൻ്റെ ബൈനറി എഴുതണം എങ്ങനെയാണെന്നറിയോ? ബാർ വരുന്നിടത്ത് 0 ഇട്ട് കൊടുക്കണം. ഇവിടെയെല്ലാം ബാർ വരുന്നിടത്ത് 0 ഇട്ട് കൊടുക്കണം. നമ്മൾ ബാർ വരുന്നിടത്ത് 0, ബാർ ഇല്ലാത്തടത്ത് 1 ഇട്ട് കൊടുക്കണം. പിന്നെ ബാർ വരുന്നിടത്ത് 0, ബാർ വരുന്നിടത്ത് 0, ബാർ ഇല്ലാത്തടത്ത് 1 ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ നോക്കണം. ഇതിൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൻ്റെ അകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ എത്ര കോമ്പിനേഷനാണ് വരണ്ടേ? 2⁵3 കോമ്പിനേഷൻസ് വരണം. 2⁵3 എത്രയാണ്? 8 കോമ്പിനേഷൻസ്. ഇതിൻ്റെ അകത്ത് എത്ര കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5. ഇതിൻ്റെ അകത്ത് ആകെ 5 കോമ്പിനേഷൻസാണ് വന്നിട്ടുള്ളൂ. ബാക്കി ഇനി എത്ര കോമ്പിനേഷൻസ് ഉണ്ട്? 3 കോമ്പിനേഷനും കൂടി ഉണ്ട്. കാരണം ടോട്ടൽ 8 കോമ്പിനേഷനാണോ വേണ്ടത്? SOP ഫോമിൽ 5 കോമ്പിനേഷനുള്ളൂ. ബാക്കിയുള്ള 3 കോമ്പിനേഷൻ കൂടി ഇനി വേണം. ഈ ബാക്കിയുള്ള 3 കോമ്പിനേഷനാണ് POS. SOPനെ POS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കി. എത്ര വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ ആ എത്ര വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എത്ര കോമ്പിനേഷൻസ് ഉണ്ടെന്ന് നോക്കണേ. കാരണം 2⁵ എത്ര വേരിയബിൾസ് അത്രയും കൊടുത്താൽ മതി. അത്രയും കോമ്പിനേഷൻസ് നമ്മൾ SOPയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കോമ്പിനേഷൻസാണ് POS ആക്കി എഴുതേണ്ടത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 5 കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. നോക്കിക്കോ. സിൻസ് ദർ ആർ 3 വേരിയബിൾസ് ഇൻ ഡൊമൈൻ ഇൻ ദ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനിൽ 3 വേരിയബിൾസ് ഉണ്ട്. ദർ ആർ എ ടോട്ടൽ ഓഫ് 8 പോസിബിൾ കോമ്പിനേഷൻസ്. അതായത് 2⁵3 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. ദ SOP എക്സ്പ്രഷൻ കണ്ടെയ്ൻ 5 ഓഫ് ദീസ് കോമ്പിനേഷൻ. SOPയിൽ 5 എണ്ണം കണ്ടെയ്ൻ ചെയ്തു. സോ ദ POS മസ്റ്റ് കണ്ടെയ്ൻ ദ അതർ 3. അതായത് ഈ കണ്ടെയ്ൻ ചെയ്യാത്ത ബാക്കിയുള്ള 3 എണ്ണമാണ് POS. ആ 3 കോമ്പിനേഷൻസ് നമ്മൾ എഴുതുക. ബാക്കിയുള്ള 3 കോമ്പിനേഷൻസ്
റിമെമ്പർ ദീസ് ആർ ദ ബൈനറി വാല്യൂസ് ദാറ്റ് മേക്ക് ദ സം ടേം സീറോ. ദ ഇക്വലൻ്റ് പി ഒ എസ് എക്സ്പ്രഷൻ ഈസ്. ഇനി ഇതിൻ്റെ പി ഒ എസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ പി ഒ എസിൽ സീറോ വരുന്നിടത്ത് ബാറല്ല ഇടേണ്ടത്. സീറോ വരുന്നിടത്ത് ബാർ വേണ്ട, പകരം 1 വരുന്നിടത്താണ് ബാർ ഇടേണ്ടത്. പി ഒ എസിൽ 1 വരുന്നിടത്ത് ബാർ ഇടണം, എസ് ഒ പിയിൽ 0 വരുന്നിടത്ത് ബാർ ഇടണം. ഇങ്ങനെയാണ് എസ് ഒ പി ടു പി ഒ എസ് കൺവേർഷൻ. എസ് ഒ പിനെ ട്രൂത്ത് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.